രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നത് കാര്യത്തിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായം. MLA സ്ഥാനം രാജിവെക്കണമെന്ന കടുത്ത നിലപാടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്നാൽ രാജിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. രാജ്യാലോചനയിൽ പോലുമില്ലെന്ന നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നൊരു ആവശ്യം വരുന്നുണ്ട്. KPCC അധ്യക്ഷന്റെ പേഴ്സണൽ അഭിപ്രായം എന്താണ്? എനിക്കൊരു പേഴ്സണൽ അഭിപ്രായമില്ല. പാർട്ടി ഇപ്പോൾ ആ കാര്യം ആലോചിച്ചു. ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും. വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. അതിന്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. അപ്പോൾ ഞാൻ CPM എന്ത് ചെയ്യുന്നു, BJP എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇതിൻ്റെ അകത്ത് കേരളത്തിലെ കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയും. KR സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സാജു, നോക്കൂ, പ്രതിപക്ഷ നേതാവിനും KPCC അധ്യക്ഷനും ഇവിടെ രണ്ട് അഭിപ്രായമാണുള്ളത്. പ്രതിപക്ഷ നേതാവ് പറയുന്നു രാജിവെക്കണമെന്നുള്ളൊരു നിലപാട് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ KPCC അധ്യക്ഷൻ ആ നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലേക്ക് രാഹുലിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് പോവുകയാണ് കാര്യങ്ങൾ. ശരിക്കും കോൺഗ്രസിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? അജി കുഞ്ഞുമാൻ, രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, രണ്ട് അഭിപ്രായമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ഉള്ളത് എന്ന്. അത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. കുറെ കൂടി ഷാർപ്പായ നിലപാട്, അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജി എന്നതിന് അപ്പുറത്തേക്ക് ജനപ്രതിനിധി എന്ന നിലയ്ക്കുള്ള രാജി കൂടി വേണം എന്ന നിലപാട് കോൺഗ്രസിലെ ഒരു വിഭാഗത്തുണ്ട്. ആ വിഭാഗത്തിനൊപ്പമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനുള്ളത്. അതുകൊണ്ടാണ് VD സതീശൻ ഇന്ന് കുറെ കൂടി ഷാർപ്പായ കാര്യം പറഞ്ഞത്. ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ തന്നെ 24 മണിക്കൂറിനുള്ളിൽ രാജിയുണ്ടായി, നടപടിയുണ്ടായി, കൂടുതൽ ശക്തമായ നടപടി ഉണ്ടാവും, ഞങ്ങളുടെ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും എന്ന ഒരു വെല്ലുവിളി മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്നിടത്തേക്ക് ഇന്ന് VD സതീശൻ എത്തിയത് അദ്ദേഹത്തിന്റെ അതിശക്തമായ നിലപാടാണ്. പക്ഷേ ആ നിലപാട് പൂർണ്ണമായും KPCC നേതൃത്വത്തിന് ഇല്ല എന്ന് നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേ പ്രതികരണമാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് നമ്മൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും രാജി വേണ്ടതില്ല, MLA സ്ഥാനത്തു നിന്നുള്ള രാജി വേണ്ടതില്ല എന്ന് വാദിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ വിവിധമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കേസോ കോടതി ഉത്തരവോ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയില്ല. ഒരു ഇര പോലും രേഖാമൂലം പോയി ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ പോലും കൊടുത്ത സാഹചര്യമില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെച്ച് അനാവശ്യമായ കീഴ്വഴക്കം ഉണ്ടാക്കുകയാണ് എന്ന അഭിപ്രായമാണ് രാജി വേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ മറുഭാഗം ഉന്നയിക്കുന്ന കാര്യം സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല ഇപ്പോൾ നിൽക്കേണ്ടത്. കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഒരു പുതിയ രാഷ്ട്രീയ ധാർമ്മികത കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കണം എന്നുള്ള അഭിപ്രായമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ അഭിപ്രായത്തോട് KPCC നേതൃത്വത്തിന് പൂർണ്ണമായ യോജിപ്പ് ഇപ്പോഴുമില്ല എന്ന് സണ്ണി ജോസഫിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തം. രാവിലെ ദീപാദാസ് മുൻഷിയുടെ വാക്കുകളിൽ നിന്നും രാജിവെക്കേണ്ടതില്ല എന്നതാണ് നിലവിലെ AICC നിലപാട് എന്ന കാര്യവും വ്യക്തമാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കെ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സമീപനം കോൺഗ്രസ് സ്വീകരിക്കണം എന്നാണ് MLA സ്ഥാനത്തു നിന്നുള്ള രാജി വേണമെന്ന വാദം ഉന്നയിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതെല്ലാം പരിശോധിക്കേണ്ടി വരും നേതൃത്വത്തിന്. സ്വാഭാവികമായും ഭിന്നമായ അഭിപ്രായം പാർട്ടിക്കുള്ളിൽ രൂപം കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തേണ്ടി വരും. നേരത്തെ തന്നെ പാർട്ടി ആരോപണങ്ങളും പരാതികളും പരിശോധിക്കും എന്നുകൂടി ഇന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടി നടക്കേണ്ടതുണ്ട് അജി. ഒപ്പം തന്നെ ഈ ഷാഫി പറമ്പിൽ, നമുക്കറിയാം, ഷാഫി പറമ്പിൽ രാഹുലിനെ തള്ളാതെ രാഹുലിനോട് അനുനയ സമീപനമാണ് ഷാഫി പറമ്പിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ പല നേതാക്കൾക്കിടയിലും, അതായത് യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുലിനെതിരെ വലിയ വിമർശനങ്ങൾ വരുമ്പോൾ ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കൾ പിന്തുണയുമായി വരുന്നൊരു സാഹചര്യങ്ങൾ കൂടി നമ്മളിവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ സാജു സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒരു മുഖം രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ക്ലീൻ ഇമേജ് കോൺഗ്രസിന് വേണം. അതുകൊണ്ട് രാഹുലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ നിലവിൽ? നടപടി വേണമെന്ന് പറയുന്നവരുടെ വാദം അതാണ്. പക്ഷേ പല സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. കാരണം നേരത്തെ ഇതേ സമാനമായ ആരോപണങ്ങൾ പലരും നേരിട്ടിട്ടുണ്ട്. M. വിൻസെന്റ് MLAക്കെതിരെ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്.
എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അന്ന് അവരാരും ജനപ്രതിനിധി സ്ഥാനം രാജിവെച്ചിട്ടില്ല. അന്ന് അവർക്കാർക്കും പാർട്ടി പദവി ഇല്ലാത്തതുകൊണ്ട് രാജിവെക്കേണ്ടിയും വന്നിട്ടില്ല. ആ പദവിയും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറുഭാഗത്ത് LDFന്റെ കാര്യമെടുത്താൽ M മുകേഷ് MLAക്കെതിരെ FIR-ഉം കുറ്റപത്രവും ഒക്കെ സമർപ്പിക്കപ്പെട്ടതായിരുന്നു. പക്ഷേ അദ്ദേഹവും രാജിവെച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് CPM-ന് പോലും ഈ ആവശ്യം അതിശക്തമായി ഉയർത്താൻ കഴിയാത്തത്. അവിടെയാണ് VD സതീശനെ പോലെയുള്ളവർ ഒരു പുതിയ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് കേരള രാഷ്ട്രീയത്തിന് അനിവാര്യമാണ് എന്ന നിലയ്ക്ക് ഇതിനെ വിലയിരുത്തുന്നത്. അതിന്റെ ലക്ഷ്യവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2 തിരഞ്ഞെടുപ്പുകളിൽ പുറത്തു നിന്നിട്ടാണ് മൂന്നാമതൊരു തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ആ ഘട്ടത്തിൽ കുറെ കൂടി ക്രിസ്റ്റൽ ക്ലിയറായ ക്ലീൻ ഇമേജുള്ള രാഷ്ട്രീയ നിലപാടുകൾ വേണം എന്നാണ് VD സതീശനും അദ്ദേഹത്തോടൊപ്പം ഈ നിലപാട് സ്വീകരിക്കുന്നവരുടെയും അഭിപ്രായം. പക്ഷേ ഇത്തരത്തിലൊരു നിലപാടും കീഴ്വഴക്കവും ഉണ്ടാക്കിയാൽ പിന്നീട് പലപ്പോഴും ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴേക്കും MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം വലിയ രീതിയിൽ ഉണ്ടാവുകയും പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതൊരു കീഴ്വഴക്കമായി മാറും എന്നാണ് മറുവിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ തടയിടാനും ശ്രമിക്കുന്നതാണ്. അജി സൂചിപ്പിച്ചതുപോലെ ഷാഫി പറമ്പിൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉടനീളം സ്വീകരിച്ചിരുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണമായും തള്ളിപ്പറയാതെയായിരുന്നു. ആരോപണം ഉയർന്നു, രേഖാമൂലമുള്ള പരാതി പോലുമില്ല. അപ്പോഴേക്കും അദ്ദേഹം തന്നെ രാജ്യസന്നദ്ധ പാർട്ടിയെ അറിയിച്ചു. അങ്ങനെ രാജിവെച്ചു. അത് പാർട്ടിയുടെയും നിലപാടായിരുന്നു എന്ന് പറഞ്ഞ് 2 പക്ഷത്തും നിന്നുകൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു ഇന്ന് ഷാഫി പറമ്പിൽ സ്വീകരിച്ചത്. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നതിലേക്ക് ഇന്നും ഷാഫി പറമ്പിൽ എത്തിയിരുന്നില്ല.